ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്ന. ഞങ്ങളപ്പോൾ ഒന്ന് നാട്ടിൽ പോകാൻ വേണ്ടി ഇരിക്കുക. ഇപ്പം കുറേ നാളായി, 1 വർഷം കഴിഞ്ഞു. അപ്പം ഇനിയിപ്പം ഒരു 10 ദിവസത്തിനകത്ത് നാട്ടിൽ പോകാമെന്ന് ഓർത്തിരിക്കുക. അപ്പം നമ്മൾ നാട്ടിൽ പോവുക മാത്രമല്ല, നമുക്ക് ഒരു പ്ലാനും കൂടി ഉണ്ട്. നമ്മളൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുവാണ്. അപ്പം പോകാൻ വേണ്ടി പ്ലാൻ ചെയ്താണ് നമ്മളപ്പം നാട്ടിലേക്ക് പോകുന്നത്. കുറേ നാളായിട്ടുള്ള പ്ലാനായിട്ടോ. എന്ന് പറഞ്ഞാൽ ഒരു 2015-16 തൊട്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അന്നേരം പല കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയില്ല. അന്നേരം പഠിക്കുമായിരുന്നു, പിന്നെ പൈസ ഇല്ല, പിന്നെ സമയമില്ല. അങ്ങനെ കുറേ കാരണങ്ങൾ കൊണ്ട് അത് മാറ്റി വെച്ച്. ജോലി കിട്ടി കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് പോകാൻ പറ്റിയില്ല. ആദ്യത്തെ വെക്കേഷന് വന്നു, സമയമില്ലായിരുന്നു. രണ്ടാമത്തെ വെക്കേഷന് കല്യാണം. അങ്ങനെ ഇനിയിപ്പം ഈ വർഷം പോകാനുള്ള പ്ലാനിലാണ്. അപ്പം നമ്മൾ നാട്ടിൽ പോയി കുറച്ച് ദിവസം, അത് നാട്ടിൽ ചെന്നൊരു മെയിനായിട്ട് നമ്മൾ ഇതിന് മാത്രമായിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്, വേറെ ഒന്നും ഫോക്കസ് ചെയ്യുന്നില്ല. അപ്പം നാട്ടിൽ പോവാ ഒരു 5 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള പരിപാടിയിലാണ്. കാരണം അല്ലെങ്കിൽ നമുക്ക് ഒന്നാമതെ ലീവും എല്ലാം കൂടെ ബുദ്ധിമുട്ടാണ്, നമുക്ക് സമയം കിട്ടത്തില്ല. പിന്നെ നമ്മൾ ലാസ്റ്റത്തേക്ക്, അതായത് ഫസ്റ്റ് തന്നെ നമ്മൾ പോയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് പാടായിരിക്കും, ദിവസം കിട്ടത്തില്ല. നമ്മൾ ചെന്ന ഉടനെ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ കുറേ സ്ഥലത്ത് പോകണമെന്നുണ്ട് കേട്ടോ. കുറേ സ്ഥലത്തും കുറേ സംഭവങ്ങൾ കാണണമെന്നുണ്ട്. ഇന്ത്യയിൽ ഒരുപാടുണ്ടല്ലോ കാണാൻ. പക്ഷേങ്കിൽ നമ്മുടെ ഈ ഒരു ടൈമിൻ്റെ ലിമിറ്റേഷൻ കാരണം നമുക്ക് അത്രയും പറ്റില്ല. കാരണം അല്ലെങ്കിൽ അതുപോലെ പോകണം. ഒരു 10-60-90 ദിവസം 3 മാസമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി സംഭവങ്ങൾ കണ്ടുവരാം. പക്ഷെ അത്രയും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഒരുപാട് കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനൊരു പ്ലാൻ ചെയ്തത്. പിന്നെ പല സംഭവങ്ങളും ഇങ്ങനെ ഇപ്പം ഗുജറാത്തിൽ കയറുവാണെങ്കിൽ ഇപ്പം ഒരു സംഭവം നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും ലെഫ്റ്റ് സൈഡിലായിരിക്കും, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലായിരിക്കും. അപ്പം നമുക്ക് അങ്ങനെ എല്ലാം കണ്ട് വരാൻ പറ്റില്ല. അപ്പം നമ്മൾ ഡയറക്റ്റ് നേരെ പോകുന്ന പോലെ ഒരു പ്ലാനിലാണ് ചെയ്തേക്കുന്നത്. അവിടെ ഉള്ള ഇപ്പം ഒരു സ്റ്റേറ്റിലെ തന്നെ കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ കാണാൻ ഉദ്ദേശിച്ച കുറച്ച് സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഡയറക്ഷനിൽ വരുന്ന സ്ഥലങ്ങളെ നമ്മൾ എടുക്കുന്നുള്ളൂ. അങ്ങനെ കണ്ട് പോകാനാണ് പ്ലാൻ. പിന്നെ ഞാനും ഇവളും പിന്നെ എൻ്റെ അമ്മയും ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മുടെ സ്വിഫ്റ്റാണ് നാട്ടിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ 2018 മോഡൽ സ്വിഫ്റ്റാണ്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ പോകാം. നമ്മൾ അതിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ ഒരു രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യുന്നില്ല, ഒന്നുമില്ല. ടയർ ആണെങ്കിലും നമ്മൾ മാറുന്നില്ല, കിടന്നത് തന്നെയാണ്. പിന്നെ എന്താ പറയുന്നത്, ഒരു ലൈറ്റ് ഒന്നും ഒരു രീതിയിലുള്ള ഒന്നും ചെയ്യുന്നില്ല. എങ്ങനെയാണോ വണ്ടി അതുപോലെ തന്നെ പാന. നേരത്തെ നമ്മൾ ഇട്ടിരുന്നു, അലോയ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വണ്ടിയുടെ പുറത്ത് കിടക്കുന്ന അലോയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് മാറ്റേണ്ടി വന്നു. ഇതിൻ്റെ റൂട്ട് മാപ്പൊക്കെ നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതായത് ട്രിപ്പ് ഇത് എത്രയായി, നമുക്ക് എക്സ്പെൻസ് നമുക്ക് ലാസ്റ്റിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏകദേശം നമുക്കൊരു കണക്കൂട്ടലുണ്ട്. പിന്നെ അത് എക്സാക്ട്ലി ലാസ്റ്റിൽ പറയാം. പിന്നെ റൂട്ടും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താം, അന്നേരത്തെ സാഹചര്യമൊക്കെ പോലെ. അപ്പം ഇത്രയും നാൾ ഐഫോണിലായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അപ്പം അത് പറ്റാത്തതുകൊണ്ട് ഞങ്ങളൊരു ഗോപ്രോ മേടിച്ചു കേട്ടോ. ഒരു ഗോപ്രോയും മേടിച്ച്, ഒരു SD കാർഡും മേടിച്ച്. അപ്പോൾ അത് രണ്ടും നമ്മൾ ഇതിനു വേണ്ടി മേടിച്ചു. പിന്നെ ഇതിപ്പം ഇവിടെ വെച്ച് നമ്മൾ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ഫോണിലായിരുന്നു എടുത്തോണ്ടിരുന്നത്. അത് പിന്നെ നമ്മൾ ഒരു ദിവസത്തേല്, ഇതിപ്പോൾ നമ്മൾ ഇത്രയും ഡേയ്സ് നമുക്ക് ഫോണിൽ സ്റ്റോറേജ് കിട്ടാത്തത് കൊണ്ട് നമ്മൾ ഗോപ്രോ ആകുമ്പോൾ കുറച്ചുകൂടെ സുഖമായിരിക്കുമല്ലോ. പിന്നെ കയ്യിൽ പിടിക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് പിന്നെ നമ്മൾ ഫോൺ മാറ്റി ഗോപ്രോ ആക്കിയത്. പിന്നെ ഇതിന് തന്നെ മൈക്കും വലിയ കുഴപ്പമില്ല, പിന്നെ സ്റ്റെബിലൈസേഷനും കുറച്ചുണ്ട്. അപ്പം പിന്നെ നമ്മളിതിൽ അതുകൊണ്ടാണ് ഇത് മെയിനായിട്ട് മേടിച്ചത്. പിന്നെ നമ്മൾ ട്രിപ്പിനായിട്ട് ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല, കാര്യങ്ങളൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. വിന്റർ ക്ലോത്ത്സ് ആണെങ്കിലും നമുക്ക് ഇരിപ്പുണ്ട്, എല്ലാം അത് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. കാരണം നോർത്തിലേക്കൊക്കെ അത്യാവശ്യം നല്ല തണുപ്പായിരിക്കും. ഇപ്പം ഈ നവംബർ സമയമല്ലേ, അപ്പം നല്ല തണുപ്പ് കാണും. നമുക്ക് പ്രത്യേകിച്ച് വലിയ ഹൈപ്പൊന്നും ഇല്ല, വലിയ സാധനങ്ങൾ മേടിച്ചിട്ടില്ല. വണ്ടിയാണെങ്കിലും പ്രത്യേകിച്ച് ഒന്നും എല്ലാം. പിന്നെ നമ്മള്
കുറച്ച് 2-3 നമുക്ക് ഇപ്പൊ നാട്ടിൽ പോകുമ്പോൾ നമ്മൾ എന്തായാലും ഡ്രസ്സൊക്കെ വാങ്ങും. അങ്ങനെ 2-3 ഡ്രസ്സൊക്കെ നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഫുഡൊക്കെ ആണെങ്കിൽ നമ്മൾ ഒന്നും അങ്ങനെ കൈ കരുതി ഒന്നും കൊണ്ടുപോകുന്നില്ല. കാരണം ഇത്രയും ദിവസത്തേക്ക് പിന്നെ നമ്മൾ കുക്ക് ചെയ്ത് പോകുക എന്ന് വെച്ചാൽ അതിനൊക്കെ ടൈം വേണം. നമുക്കിപ്പോ ഒരുപാട് പൈസ ലാഭിക്കുന്ന മാത്രമല്ല, നോർത്തിലോട്ടൊക്കെ ചെന്ന ഫുഡും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് കുറെ ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഫുഡ് ഇല്ലെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ നോക്കാത്തത്. പിന്നെ നമ്മൾ റൂം എടുത്ത് പോവാനാണ് നമ്മുടെ ഒരു 2000 രൂപയ്ക്ക് അകത്തുള്ള റൂം 3 പേർക്ക് ഒരു സിംഗിൾ റൂം 2000 രൂപയ്ക്ക് അകത്താണ്. കാരണം നമ്മളെന്തായാലും ഓടിയെത്തുമ്പോ ഒരു 8 മണിയാവും. പിന്നെ ആ ഒരു രാത്രി നമുക്ക് സ്റ്റേ ചെയ്യാൻ മാത്രമേ നമ്മൾ റൂം എടുക്കും. പിന്നെ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങുകയും ചെയ്യും. പിന്നെ നമുക്ക് അത്ര വലിയ റൂമൊന്നും ഉണ്ടായിട്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ജസ്റ്റ് കിടക്ക, അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു റൂം അതേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളു. booking.com എല്ലാം നോക്കാം, അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. booking.com നോക്കാം, അല്ലെങ്കിൽ Airbnb നോക്കാം, അല്ലെങ്കിൽ പിന്നെ അവിടെ ഡയറക്റ്റ് പോയിട്ട് നോക്കാം. അതിപ്പോൾ ഒത്തിരി ഉണ്ടല്ലോ, അതുകൊണ്ടാവും നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല. അപ്പൊ എന്തായാലും ഇനിയിപ്പോ നമുക്ക് ട്രിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കാണാം. അതെ, ഫസ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.